പറയുമ്പം വിഷമം തോന്നരുത്. ആഫീസിലെ കാര്യം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. നമ്മുടെ ആൾക്ക് ഒരു കുഴപ്പമില്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. പക്ഷെ ആ ആനന്ദ സാറിന്റെ പോക്ക് അത്ര ശരിയല്ല. ഒന്ന് തെളിച്ചു പറയൂ കേശവ. എവിടെ തുടങ്ങുമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. എന്തായാലും പറയൂ. അതെ, നമ്മുടെ ആഫീസിൽ പുതുതായിട്ട് വന്ന ആ ടൈപ്പിസ്റ്റ് ഉണ്ടല്ലോ, മോഹിനി, ആ കുട്ടിയുടെ പുറകെ ആനന്ദ സാർ എപ്പോഴും. കേശവ, ആരെ കുറിച്ചാ പറയുന്നെന്ന് ഓർമ്മയുണ്ടോ? പറയണമെന്ന് വിചാരിച്ചതല്ല, ഓർമ്മ വെച്ചത് മുതല് ഈ കുടുംബത്തിലെ ചോറാ കേശവൻ ഉണ്ണുന്നത്. കാണാൻ പറ്റാത്തത് കാണുമ്പോ എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ വയ്യായി. ദേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സൂക്ഷിച്ചാ നിങ്ങളുടെ കുടുംബത്തിലെ നല്ലത്. പെട്ടെന്ന് കയറി ബഹളം വെച്ചാ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാം മയത്തില് മതി. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പോ വീട്ടിലേക്കാണോ? അല്ല, ഒന്ന് മാർക്കറ്റിൽ പോകുന്നു. എനിക്കിത് ആരംഭത്തിലേ തോന്നിയതാ, ഗണപതി ചേട്ടന്റെ ഒട്ടക്ക് നിന്നുള്ള സംസാരവും മുടികർപ്പിക്കലും പാൻഡടികളും ഒക്കെ. ഏതായാലും കേശവൻ ചേട്ടൻ പറഞ്ഞത് നന്നായി. ഇനി നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. ഞാൻ പറഞ്ഞതാണെന്ന് ചേച്ചി അറിയണ്ട. എല്ലാവരും മയത്തില് കൈകാര്യം ചെയ്താൽ മതി. എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കുമോ? ഇല്ല ചേച്ചി പറ. നമ്മുടെ ആനന്ദനെ ഈയിടെയായിട്ട് വല്ലാത്തൊരു മാറ്റം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നീ ശരിക്കും ശ്രദ്ധിക്കാഞ്ഞിട്ടാ. നല്ല മാറ്റമുണ്ട്. ഭർത്താവാണെന്ന് കരുതി കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ദേ, അവനാ ടൈപ്പിസ്റ്റുമായിട്ട് അടുപ്പത്തിലാ. അങ്ങനെ വഴിക്ക് വാ. ഞാനത് ചേച്ചിയോട് പറയാൻ ഇറക്കുമായിരുന്നു. കുഴപ്പം എന്റെ ചേട്ടനല്ല, നിങ്ങളുടെ ചേട്ടനാ. എടി, ഗുരുത്വദോഷം പറയരുത്. അവരെ എന്റെ അല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ചെറുതായിട്ടൊന്ന് നോക്കാൻ പോലും അറിയാൻ വയ്യാത്ത ആളാ. അത് കൊള്ളാം. പിന്നെ എന്റെ ചേട്ടനാ മുഖത്ത് നോക്കുന്നത്. പാലേതാ പാഷാണം ഏതാന്ന് പോലും തിരിച്ചറിയാത്ത കൂട്ടത്തിലുള്ളതാ എന്റെ ചേട്ടൻ. ഇല്ലാത്തത് പറഞ്ഞാലേ ദോഷം കിട്ടും. അതാ കുഴപ്പം. നല്ലതും ചീത്തയെ തിരിച്ചറിയാനുള്ള ബുദ്ധി അവനില്ല. പറഞ്ഞു പറഞ്ഞ് കടുവയെ കിടുവ പിടിച്ച പോലായല്ലോ. ആർക്കും ഒന്നും അറിയില്ലാന്ന് കരുതരുത് കേട്ടോ. ചേട്ടന്റെ ഒരു മുടി കറുപ്പിക്കലും ഒട്ടക്ക് നിന്നുള്ള സംസാരവും എനിക്ക് അന്നേ തോന്നിയതാ എന്തോ കുഴപ്പമുണ്ടെന്ന്. ദേ, അനാവശ്യം പറയുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. നിങ്ങളും അതാ മനസ്സിലാക്കേണ്ടത്. ഒരു തള്ളയും പിള്ളയും വഴിയാധാരമാകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതിപ്പോ വിനയായെങ്കിൽ ഞാനൊന്നും പറയുന്നില്ലേ എന്റെ ഉടുപ്പി കൃഷ്ണ. ചേച്ചിയുടെ പിള്ളയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്റെ പിള്ളയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ. നീ എങ്ങനെയെങ്കിലും ഭണ്ഡാരം അടങ്ങാൻ. ആനന്ദ് പഴച്ചു. നാണക്കേട്. എന്താണ് കുട്ടികളെ പോലെ കരയണത്? സത്യം പറയണം, നിങ്ങൾ എന്റെ മുഖത്തല്ലാതെ വേറെ പെണ്ണ് മുഖത്ത് നോക്കിയിട്ടുണ്ടോ? കോമളം, നീ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയുമോ? എനിക്കറിയാം എന്റെ ചേട്ടൻ പാവമാണെന്ന്. അള്ളിച്ചേച്ചി പറയുന്നു ചേട്ടൻ ടൈപ്പിസ്റ്റിന് പ്രേമം കൊടുത്തു. അങ്ങനെ പറഞ്ഞു. ആ കള്ളൻ ഗണപതിയും ആ പെണ്ണുമായി ആടിപ്പാടി നടക്കുന്നത് നമ്മൾ അറിഞ്ഞത് കൊണ്ട് നമ്മൾ പറഞ്ഞു അയാളാണ് കള്ളൻ. ഇത് നമ്മൾ നിന്നോട് എങ്ങനെ പറയുമെന്ന് കരുതിയും മിണ്ടാതിരിക്കായിരുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രായമാകുമ്പോ ചിലർക്ക് ബുദ്ധി നഷ്ടപ്പെടും. നമ്മൾ നിറയെ പ്രാവശ്യം ഉപദേശം കൊടുത്തു നോക്കി, കേട്ടില്ല. നന്നാകാൻ ഇഷ്ടമില്ലാത്തവൻ കേൾക്കുമോ ഉപദേശം? നമ്മൾ രാത്രിയിലും പകലും ഓർത്ത് കഴിയണ ഈ തങ്കക്കുടത്തിനെ മറന്ന് നമ്മൾ വേറൊരു സുന്ദരിയുടെ പുറകെ പോകുമോ? നീയാണ് സുന്ദരി, സ്വർലോക സുന്ദരി. നമ്മൾക്കൊരു കാര്യത്തിലെ സങ്കടമുള്ളൂ, നീ നമ്മളെ സംശയിച്ചല്ലോ. അയ്യോ, നിങ്ങളെ നമ്മൾ സംശയിക്കുമോ? അസൂയുള്ളവരും കുശുമ്പ് കൂടുള്ളവരും അങ്ങനെ പലതും പറയും. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളോടൊപ്പം നമ്മളുണ്ട്. നിന്റെ ഓരോ മായാജാലങ്ങൾ. എന്താ ഇത്? കമ്പനിയിലെ ജോലിക്കാർ കാണും. കമ്പനിയിലെ ബോറന്മാർക്ക് വേറെ ജോലിയില്ലേ? അവർ നിന്നെ തന്നെ നോക്കണം, നീ എന്നെ തന്നെ നോക്കൂ. ഇങ്ങനെ കരഞ്ഞാലോ? വിവരമില്ലാത്തവർ പലതും പറയും. അത് കേട്ട് നമ്മൾ വിഷമിക്കുന്ന എന്തിനാ? ആ പെണ്ണിനെ പിരിച്ചുവിടാൻ തുടങ്ങിയപ്പോഴൊക്കെ വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞു കാലു പിടിച്ചു. എന്നാലും നമ്മളെപ്പറ്റി. നമ്മളെ കുറിച്ചോ? നമ്മളെപ്പറ്റി. എന്നെ പറ്റിയ? അല്ലോ, എന്നെ പറ്റി നിനക്കറിഞ്ഞൂടെ? തിരുമൽ ദേവനെ സാക്ഷി നിർത്തി ഞാനൊരു സത്യം പറയാം. നീയല്ലാതെ മറ്റൊരു പെൺകുട്ടി എന്റെ മനസ്സിൽ കയറി പറ്റിയിട്ടില്ല. ഇത്രയും മുഖശ്രീയുള്ള നിന്നെ വിട്ട് ആ നരന്ത് പോലുള്ള മോഹിനിയുടെ പിന്നാലെ ഞാൻ പോയിന്ന് നീയും കൂടി പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾക്കറിയണ്ട, നമ്മളെന്തിനാ കറിയണ്ടേ? നമ്മൾക്കറിയണ്ട. ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനക്ക് നമ്മളെ വിശ്വാസമാ. 1000
കുടത്തിന്റെ വായ മൂടിക്കെട്ടാം. ഒരു മനുഷ്യന്റെ വായ മൂടിക്കെട്ടാൻ ഒക്കുമോ? ആ കുടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർമ്മിച്ചേ. പണ്ടേ നമ്മുടെ പുള്ളിപ്പശുവിനെ കുളിപ്പിക്കാൻ വേണ്ടി തെക്കേ കോട്ടയിൽ ഒരു കുടം വെള്ളവുമായിട്ട് വരുമ്പോ ആ പുള്ളിപ്പശു കയറ് പൊട്ടിച്ച് എന്നെ കുത്താൻ ഓടിച്ചില്ലേ? അപ്പൊ നമ്മൾ കൊള്ള കൃഷ്ണൻ എല്ലാം ഓർമ്മയുണ്ടല്ലേ? എനക്കും എല്ലാം ഓർമ്മയുണ്ട്. അത് വേണ്ട, അത് മുഴുവൻ ഉപ്പ. ഇത് നമ്മൾ ഉണ്ണണ്ട, മുഴുവൻ വരുവാ. പപ്പടത്തിന് ഉപ്പ് കൂടുതലുണ്ടോ? ഏയ് ഇല്ല. അച്ചാറിനോ? അച്ചാറിനാണെങ്കിൽ പാകത്തിന് എരിവ്, നല്ല ടേസ്റ്റ്. എന്നാ അച്ചാറ് കുറച്ചു എടുത്തേ. അത് നമ്മൾ ഉണ്ണണ്ട പറഞ്ഞില്ലേ? പപ്പടം കഴിച്ചോളൂ. അച്ചാറ് തറൂ. എന്താ ഇത് ആനന്ദപ്പയുടെ രാജ്യാതിർത്തി, ഇത് ഗണപതിപ്പയുടെ അതിർത്തി. അതിർത്തിക്കുള്ളിൽ ആഭ്യന്തര കലഹം നടക്കുന്നു. ഇനി ഇവിടുന്നൊരു മിസൈൽ അങ്ങോട്ട്, അവിടുന്നൊരു മിസൈൽ ഇങ്ങോട്ട്. അപ്പോ സമാധാന സേനകളായി നമ്മൾ അവിടെ എത്തുന്നു. അവന്മാരെ തമ്മിൽ വെളുപ്പരിശാക്കി 1000ഉം 10,000 വീതം ഊറ്റിയെടുത്ത് വഴിയാധാരമാക്കുന്നു. എങ്ങനെ ഉണ്ടോ അതിന്റെ തമ്മയുടെ ബുദ്ധി? ഭീകരം. പണ്ടൊരിക്കൽ 2 മുട്ടനാടുകളെ തമ്മിൽ തെറ്റിച്ച് നടുക്ക് നിന്ന് രക്തം കുടിച്ച കുറുക്കന്റെ ഗതി അറിയാലോ? കാലമാടാ, നിന്റെ കരുനാക്ക് വളയ്ക്കാതെ എല്ലാ കണ്ണന്തിനും ഒപ്പിച്ച് എന്റെ അടിയന്തരം കാണാനാണോ നിനക്ക് ധൃതി? ഈ ത്രിവിക്രമൻജിയുടെ ഒരു പ്ലാനിങ്ങുകളും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പരാജയപ്പെട്ടിട്ടില്ല. ഈ കലക്ക വെള്ളത്തിൽ നിന്ന് എനിക്കൊരു കാറും സ്ഥാപനവും സ്വന്തമാക്കണമടാ. ഭഗവാൻ ബജായേ വൃത്തികൾ പറഞ്ഞോടാ. അതല്ലച്ചാ, ഭഗവാൻ തെണ്ടികളെ പാവികളെ രക്ഷിക്കട്ടെ എന്ന് പറയാ. രക്ഷിക്കുമടാ. ഈ അഷ്ടപതി പാട്ടിന് മനുഷ്യന്റെ മനസ്സിലേക്ക് ഊർന്നിറങ്ങാനുള്ള ഒരു കഴിവുണ്ട്. ഈ അഷ്ടപതി പാട്ടിന് ഞാൻ വിടില്ല. ഭയങ്കര എന്താ അറിയ. ഗണപതി പയ്യല്ലേ? അതെ. താനാരാ? പാർവതിയുടെ കാമുകൻ. ഏത് പാർവതിയുടെ? നിങ്ങളുടെ മകള് പാർവതിയുടെ. എടാ പട്ടി, കൈവിടമ്മ, അമ്മ കൈവിട്. അയ്യേ, ഇത്രയും വയസ്സായില്ലേ? കെട്ടിച്ചയക്കാൻ പ്രായമുള്ള ഒരു കുട്ടിയുള്ള നിങ്ങള് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ അഴിഞ്ഞാടെന്ന് വെച്ചാ മോശമല്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടേ? അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. പിന്നെ വേറൊരു കാര്യം, ഇന്ന് നിങ്ങൾ ഇവിടെ കണ്ടത് ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പക്ഷെ ഇനി ഒരിക്കൽ കൂടി കണ്ട ഞാൻ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോയിരിക്കും. വരട്ടെ അമ്മ, വരട്ടെ. ആരാ? പൈ ബ്രദേഴ്സ് ഇല്ലേ? ദേ ആരോ കാണാമെന്നോ. എവിടുന്നാ? ഇവിടെ അടുത്തും തന്നെയാ. ഓഫീസിൽ പോകാൻ തയ്യാറാവുന്നു. ഇപ്പൊ വരും. ആനെന്താവാ? അതെ വന്നു. ബാത്റൂമിൽ പോയിട്ട് പറ. ഓഫീസിൽ ബാത്റൂം ഉണ്ടല്ലോ, അവിടെ പോയിക്കൂടെ? ഹായ് അങ്കിൾ. ഹായ്. അറിയില്ലേ? ഇല്ല. നമ്മളന്ന് ഐസ്ക്രീം പാർലർ അമ്പലത്തില് മേലെ വീട്ടിലെ പയ്യുടെ അനന്തരവന്റെ മകന്റെ മോനല്ലേ? അതെ. പയ്യാണില്ലേ? എനക്ക് കണ്ടപ്പോഴേ തോന്നി കേട്ടോ. നമുക്ക് ഓഫീസിൽ പോകാൻ ധൃതിയുണ്ട്. നമുക്ക് അവിടെ പോയി സംസാരിക്കാം. അങ്കിൾസ് പോയിക്കോളൂ, ഞാനിവിടെ എല്ലാവരും പരിചയപ്പെട്ട് പോയിക്കോളൂ. അല്ലേ? അല്ല, പോണ വഴിക്ക് മോനെ എവിടെങ്കിലും ഇടാം. എനിക്ക് ബൈക്കുണ്ട്. ബൈക്കുണ്ട്. അവന് ബൈക്കുണ്ട്. ബൈക്കുണ്ട്. വരൂ. നമ്മൾ പോകൂ. ഞാൻ ഇവനൊരു കാപ്പിയൊക്കെ കൊടുത്ത് പതുക്കെ വിടാം. നമ്മൾ പോകൂ. ഞാൻ ഒരുപാടായില്ലേ? വരും. കാലത്ത് തന്നെ പപ്പടം ഉമ്മറത്ത് നിരത്തി വെച്ചപ്പോ ഞാൻ തീരുമാനിച്ചു ദുശ്ശകനാവുന്നു. അതിന് മാത്രം ഇപ്പൊ എന്താണ് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. വണ്ടി എടുക്കണോ? വീട്ടിലാരെല്ലാം ഉണ്ട്? അച്ഛനും അമ്മയും പിന്നെ അനിയത്തിയും. അവർ ആന്റിയെ കുറിച്ച് എപ്പോഴും പറയും. ഇവിടുത്തെ അച്ചാറും പപ്പടമൊക്കെ അവർക്ക് വലിയ ഇഷ്ടാ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ 2 കുപ്പി അച്ചാറും കൊണ്ടേ അങ്ങോട്ട് ചെല്ലാവെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, എത്ര വേണമെങ്കിലും തരാമല്ലോ. പാർവതി ഇല്ലേ ഇവിടെ? പാർവതി അറിയുമോ? അത് പറയാൻ മറന്നുപോയി. ഞങ്ങൾ ഒരുമിച്ച കോളേജിൽ പഠിക്കുന്നത്. ഞാൻ ഈ വീടൊക്കെ അത് കണ്ടോട്ടെ. അതിനെന്താ, വരുവോ, കാണാമല്ലോ. തനിക്ക് ആ പയ്യനെ പരിചയമുണ്ടോ? എന്താ? ആ പയ്യനെ പരിചയമുണ്ടോന്ന്? ഒരു കല്യാണത്തിന് വെച്ച് പരിചയപ്പെട്ടതാ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വരട്ടെ. തനിക്ക് ആ പയ്യനെ പരിചയമുണ്ടോ? ആ പയ്യനെ പരിചയമുണ്ടോന്ന്?
പൊട്ട പരിചയം ഉണ്ടോന്ന് അടിയന്തരത്തിന് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ എന്നാ വണ്ടി പോട്ടെ. ഈ വെള്ളുള്ളി ഉണ്ടോ? വെള്ളുള്ളി ഉണ്ടല്ലോ. കോമളാന്റി അല്ലേ? അതെല്ലോ. നമ്മുടെ വല്യമ്മടത്തിലെ കുട്ടിയാ കോമളം. പാർവതിയോട് ചേർന്നാ പഠിക്കുന്നതേ. പാർവതി ദാ വരുന്നു, ഒന്ന് വേഗം വരൂ. ഗണേശ, ചേട്ടനെ അറിയോ? ആഹാ, ഗണേശനെ അറിയുമോ? പിന്നെ മിടുക്കനല്ലേ അവൻ, അല്ലേ ഗണേശ? പാർവതി, നീ ഈ കുട്ടിയെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ അപ്പോഴൊക്കെ ഒരു കാപ്പി ഇടാം. അയ്യോ, അത് വേണ്ട. അത് പറ്റില്ല, ഒരു കാപ്പി കുടിച്ചാലെന്താ? പോകും. പാർവതി പ്രായമായ ഒരു കുട്ടിയാ, അത് ഓർമ്മ വേണം. ഓ, വലിയ മടത്തിക്കാരെ വലിയ തറവാടികളാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സഹിച്ചോളാം. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നിന്റെ മകളല്ലല്ലോ. എന്റെ മോളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എങ്ങോട്ടാടാ? പോടാ. ഐസ്ക്രീം മോള് വാ. അല്ല, ഇതെന്ത് വിചാരിച്ചിറങ്ങിയിരിക്കുക? വിചാരം ഒന്നേ ഉള്ളൂ. നീ സൽഗുണസമ്പന്നന്മാരായ ഒരു അമ്മായപ്പനും ചിറ്റപ്പനും ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായി മോളെ. പുരയ്ക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടണോ? പുരയിലെ തീ കെടുത്തിയിട്ട് ഈ വാഴ വെട്ടു. ഈ സ്വർഗത്തിലും കട്ടുറുമ്പോ. ഒരു മിനിറ്റ്. എന്ത് പറഞ്ഞാലും നമ്മളിത് വിശ്വസിക്കില്ല. വേണ്ട, പറഞ്ഞാൽ വിശ്വസിക്കണ്ട. കണ്ടാ വിശ്വസിക്കാലോ. കണ്ടാളോ? കണ്ടാ ഞങ്ങള് വിശ്വസിക്കാം. എങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. നാളെ ഓഫീസ് അവധിയല്ലേ? നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം വേഷം മാറണം. എന്റെ ഉടുപ്പി കൃഷ്ണ. ഈശ്വര, എനിക്ക് ഇക്ലിയാവണു. വാ. ചേച്ചിയോട് ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ. എന്നാലും പാർവതിയുടെ അപ്പനിത് എന്നോട് ചെയ്തല്ലോ കോമളം. എന്തൊരു നല്ല വിരൽ. ഇത് ലിപ്സ്റ്റിക് ഇടാത്ത എന്താണ്? ഓ, എന്റെ ഭാര്യ ബുദ്ധൂസിന് എന്നെ വലിയ വിശ്വാസമാണ്. അത് തന്നെയാണ് എന്റെ ആശ്വാസവും. മോഹിനിക്ക് വേണ്ടി ഞാൻ അവൾക്ക് പാഷാണം കൊടുക്കാൻ വളരെ തയ്യാറാണ്. അയ്യോ, അത് വേണ്ട. പിന്നെ എന്ത് വേണമെന്ന് മോഹിനി പറയൂ. മോഹിനിക്ക് വേണ്ടി ഞാൻ ആകാശത്ത് നിന്നും സാറ്റലൈറ്റിനെ കൊണ്ടുവരുവാൻ വരെ തയ്യാറാണ്. മോഹനി പോകല്ലേ. എന്തൊരു മാറണം. മനുഷ്യന് സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ പോലും സമ്മതിക്കില്ല. നിങ്ങളൊക്കെ പാഷണത്തിലെ കൃമികളാണോ അതോ തീവ്രവാദികളാണോ? മോഹനി! അയ്യോ, എന്റെ ജീവിതം പോയി ചേച്ചി. ഞാനിത് എങ്ങനെ സഹിക്കും? ചെണ്ട ചെന്ന് മദ്ദളത്തോട് പറഞ്ഞതുപോലെ ആയല്ലോ എന്റെ കുട്ടിയെ. ഇത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. പണ്ടാരം.